ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ നമ്മുടെ എം ജിയുടെ വിൻസറിന് നല്ലൊരു സ്ഥാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എം ജിയുടെ തന്നെ മൂന്നാമത്തെ വാഹനമായിട്ടാണ് വിൻസർ പുറത്തിറക്കുന്നത്. കോമറ്റ് ഉണ്ട്, ZS EV ഉണ്ട്, അതിനുശേഷമാണ് നമ്മുടെ വിൻസർ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെയാണ് വളരെ ബെസ്റ്റ് സെല്ലിംഗ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ വിൽക്കുന്ന ആയിട്ട് ഈ ഒരു വാഹനം മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു ക്രോസ് ഓവർ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്ക് ആണ്. നമ്മുടെ ഇന്ത്യയിൽ എം ജിയുടെ ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളിലും ഒന്ന് തന്നെയാണ് വിൻസർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ച് കണക്കെടുത്ത് നോക്കാം. കഴിഞ്ഞ ഒക്ടോബർ 2024 ഈ ഒരു വാഹനം ഏകദേശം 3116 വാഹനങ്ങളാണ് വിറ്റത്. നവംബറിലോട്ട് വന്നപ്പോൾ 3144 വാഹനങ്ങൾ വിറ്റു. ഇനി ഡിസംബറിലോട്ട് വരികയാണെങ്കിൽ 3785 യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതിന് ജാനുവരിയിലോട്ട് വരികയാണെങ്കിൽ 3277, ഫെബ്രുവരിയിൽ 2431, മാർച്ച് മാസമാണ് എല്ലാ വാഹനങ്ങളും ഏറ്റവും നല്ല രീതിക്ക് സെയിൽ ചെയ്യുന്ന മാസം. ഈ മാസം ഏകദേശം 3889 യൂണിറ്റിലാണ് ഈ വിൻസർ എന്ന് പറയുന്ന വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വിൻസർ ഇത്രയധികം ആൾക്കാർ വാങ്ങാനുള്ള കാരണം? വേറെ ഒന്നുമല്ല, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് നൽകുന്നത്. മാത്രമല്ല ബാറ്ററി ആസ് എ സർവീസ്, അതായത് BaaS എന്ന് പറയുന്ന പ്രോഗ്രാം, ഇതൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. കാരണം ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,99,000 രൂപയാണ്. അത് നമുക്ക് ബാറ്ററി റെൻറ്റിനാണ് നമ്മൾ എടുക്കുന്നത്. അതായത് കിലോമീറ്ററിന് 3.5 രൂപ വെച്ചാണ് ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നത്. ഇത് സാധാ വിൻസറിനേക്കാൾ 3 ലക്ഷം രൂപ കുറവിലാണ് വരുന്നത്. പിന്നെ ഈ ബാറ്ററി ആസ് സർവീസ് എന്ന് പറയുന്ന ഈ സംഗതിയിലൂടെ നമുക്ക് ലൈഫ് ടൈം വാറൻറ്റി നൽകുന്നുണ്ട്. ഫസ്റ്റത്തെ ഓണർക്ക് ഏകദേശം 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററൊക്കെയാണ് കമ്പനി നൽകുന്നത്. പിന്നെ വാറൻറ്റിയും സബ്സിഡിയും അതുപോലെ തന്നെ ഒരുപാട് സംഗതിക്ക് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു EV വാങ്ങാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് കമ്പനി ഈ ഒരു സംഗതിയൊക്കെ നൽകിയിരിക്കുന്നത്. അതിലൂടെ ഒരുപാട് പേര് ഇലക്ട്രിക് വാഹനങ്ങളിലോട്ടൊക്കെ ഇപ്പോൾ ചൂടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വാഹനം ഇതിൻ്റെ ആ ഒരു അഫോർഡബിലിറ്റി നമുക്ക് മറ്റുള്ളൊരു വാഹനമായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാറ്റയുടെ നെക്സോണൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും 14 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നെക്സോണിൻ്റെ വിലയൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എം ജിയുടെ വിൻസർ എടുക്കുകയാണെങ്കിൽ ഏകദേശം 9,99,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3.5 കിലോമീറ്ററിൻ്റെ റെൻറ്റൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓണർക്ക് ലൈഫ് ടൈം വാറൻറ്റിയൊക്കെയാണ് നൽകുന്നത്. കൂടാണ്ട് 8 വർഷം അല്ലെങ്കിൽ 1,60,000 ഒക്കെ ആയിട്ടാണ് വണ്ടിയുടെ ആ ഒരു കിലോമീറ്ററിൽ വാറൻറ്റിയൊക്കെ നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇതൊരു CUV, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു MPVയും അതുപോലെ തന്നെ SUVയും തമ്മിൽ കൂട്ടിയിടിച്ചാൽ എങ്ങനെയിരിക്കും, ആ സംഗതിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഏകദേശം 4295 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ വിട്ടിലേക്ക് വരികയാണെങ്കിൽ 2126 mm ആണ് വന്നിരിക്കുന്നത്. ഇനി ഹൈറ്റ് ആണെങ്കിൽ 1677 mm ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീൽ ബേസിലൂടെ ഇടയ്ക്കുകയാണെങ്കിൽ 2700 mm അതുപോലെ തന്നെ 186 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. 604 ലിറ്റർ ബൂട്ട് സ്പേസ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് നൽകുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ളൊരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടി. പിന്നെ ആ ഒരു വണ്ടിയുടെ ഇൻഫിനിറ്റി വ്യൂ നൽകുന്ന ആ ഒരു ഗ്ലാസ് റൂഫും വണ്ടിക്ക് നല്ല മികച്ച രീതിയിലുള്ള ഒരു ലുക്സും കാഴ്ചകളൊക്കെ തന്നെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാനാണ് നല്ല ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ ബേസിലാണെങ്കിൽ അവിടെ 15.6 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള മറ്റു പല ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു വോയിസ് കമാൻഡ്സും, 6 എയർ ബാഗ്, 360 ക്യാമറ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഇതൊക്കെ എല്ലാ വാഹനങ്ങൾക്കും സാധാരണമായി നൽകുന്നതാണ്. അങ്ങനെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലോട്ട് അടക്കുകയാണെങ്കിൽ വളരെ ലക്ഷറീസും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്, ആംബിയൻ ലൈറ്റ്നിങ് ഉണ്ട്. അങ്ങനെ ഓവറോൾ ഗുഡ് എന്ന് നമുക്ക് തികച്ചും പറയാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. 38 kWh ബാറ്ററി പാക്ക്, ഏകദേശം 331 കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് ARI സർട്ടിഫൈ ചെയ്യുന്നത്. എങ്കിൽ പോലും നമുക്കൊരു 280 കിലോമീറ്ററിന് മേലെ റേഞ്ചൊക്കെ ഈ ഒരു വണ്ടി നൽകുന്നതാണ്. ഇനി പവർ ഫിഗേഴ്സിലോട്ട് ഇറക്കുകയാണെങ്കിൽ 134 bhpയും 200 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, ഇക്കോ പ്ലസ്, നോർമൽ, സ്പോർട്ട്, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. 50 kW DC ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 55 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് എത്തിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ 7.4 kWh AC ചാർജിങ് ആണെങ്കിൽ 6.5 മണിക്കൂറാണ് എടുക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ആ ഒരു പുറമേ ഉള്ള ആ ഒരു ഡിസൈനും ആ LED ഹെഡ് ലാമ്പ്സും ആ ഒരു ഫ്ലഷ് ഫിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഡോർ ഹാൻഡിലൊക്കെ വളരെ ഡീസൻറ്റിങ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് നൽകുന്നത്. പിന്നെ ആ ഡ്യുവൽ ടോൺ അപ്പോൾസ്ട്രി ഉണ്ട്. അങ്ങനെ തുടങ്ങി വളരെ യൂണീക്കായിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് ഈ ഒരു വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊന്ന് പറ.